ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 അരീക്കോട് നിന്ന് പിടിച്ചെടുത്തത് 10 ലക്ഷം രൂപയുടെ MDMA. പിടിയിലായ അറബി അസീസ് എന്ന അബ്ദുൽ അസീസിനും ഷമീറിനും അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധം. മയക്കുമരുന്നെത്തിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി എത്തിച്ച ആഡംബര കാറുകളും പിടിച്ചെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ. മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി വിൽപ്പന നടത്തിവരുന്നതിനിടയിലാണ് കുപ്രസിദ്ധ കുറ്റവാളി അറബി അസീസും കൂട്ടാളിയും പോലീസ് പിടിയിലായത്. ഇരുവരിൽ നിന്നുമായി 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 200 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ലഹരി വിൽപ്പനയ്ക്കിടയിലാണ് ഇരുവരെയും അരീക്കോട് പോലീസും ടാൻസാഫും ചേർന്ന് പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച ആഡംബര കാറുകളും പിടിച്ചെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ മുഴുവൻ ആളുകളെക്കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. അരീക്കോട് പൂവത്തിക്കൽ സ്വദേശി പൂളക്കച്ചാലിൽ വീട്ടിൽ അറബി അസീസ് എന്ന അബ്ദുൽ അസീസ്, എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കൈപ്പഞ്ചേരി വീട്ടിൽ ഷമീർ ബാബു എന്നിവരാണ് പിടിയിലായത്. അസീസ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലായി ലഹരിക്കടത്ത്, കവർച്ച, മോഷണം തുടങ്ങി 50ഓളം കേസുകളിൽ പ്രതിയാണ്. ആന്ധ്രാപ്രദേശിൽ കഞ്ചാവ് കടത്തിന് പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചു. കൂടാതെ 2 തവണ കാപ്പയിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിയിലായ ഷമീറിനെതിരെ കരിപ്പൂർ, നിലമ്പൂർ സ്റ്റേഷനുകളിൽ അടിപിടി, ലഹരിക്കടത്ത് എന്നിവയ്ക്ക് കേസുകളുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തിയ നാട്ടുകാർക്കെതിരെ സദാചാര പോലീസ് ആരോപിച്ച് അറബി അസീസ് അരീക്കോട് പോലീസിൽ ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. ലഹരി വിൽപ്പന നടത്താൻ നാട്ടുകാർ തടസ്സമായതാണ് ഇയാൾ പ്രകോപിതനാക്കിയത്. അതിന് പിന്നാലെ തന്നെ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയെ മാരക ലഹരി മരുന്നുമായി പിടികൂടാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് അരീക്കോട് പോലീസ്. കൊണ്ടോട്ടി DYSP സന്തോഷ്, അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്ത്, SI നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ടാൻസാഫ് സംഘവും അരീക്കോട് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, അരീക്കോട്.